ഹലോ എൻ്റെ പ്രിയപ്പെട്ട ഹോമോ സാപ്പിയൻസിനെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. You go to hill and go down. Why you get Yeah, fried? yes, why? Are you crazy? You're fucking You are fucking, you are fucking. You fucking what? You bloody fuck you bloody. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഷോൾഡർ മസിൽസിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഷോൾഡർ മസിൽസ് ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തായിരുന്നു, പക്ഷെ അത് സ്ട്രെങ്ത് ഫേസ് ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർട്രോഫി ഫേസ് ആയിരിക്കും. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ സ്ട്രെങ്ത് ഫേസും ഹൈപ്പർട്രോഫി ഫേസും മെൻഷൻ ചെയ്യുന്നത് എൻ്റെ വീഡിയോസിൽ? അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ബോർഡിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ എന്താ എഴുതിയിട്ടുള്ളത്? പവർ ബിൽഡിംഗ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പവർ ലിഫ്റ്റിംഗ് കേട്ടിട്ടുണ്ടോ? ബോഡി ബിൽഡിംഗ് കേട്ടിട്ടുണ്ടോ? അല്ലേ, മിക്ക ആൾക്കാരും. അപ്പോൾ ഇതെന്താണ് പവർ ബിൽഡിംഗ്? ഓക്കെ, അപ്പോൾ പവർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി ബിൽഡിങ്ങിൻ്റെയും പവർ ലിഫ്റ്റിങ്ങിൻ്റെയും രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് പവർ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ പവർ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നത്? അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് ഇവിടെ കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഞാൻ എൻ്റെ ഷോൾഡർ വർക്കൗട്ടായിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ജിമ്മിലോട്ട് പോകുമ്പോൾ പലതരം ആൾക്കാരുണ്ടാവും, അല്ലേ? ഒന്നില്ലെങ്കിൽ ഒരു പവർ ലിഫ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ ഇടയിൽ വെറുതെ വരുന്ന ആൾക്കാരുണ്ടാവും, ആവറേജ് ജിം ഗോയേഴ്സ്, എൻ്റെ പോലെ നോർമലായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, നമ്മൾ നാച്ചുറൽസ് ആണ്, നമുക്ക് വേറെ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർ, നമ്മൾ നോർമലായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ബോഡി ബിൽഡിംഗ് സ്റ്റൈൽ വർക്കൗട്ട് ചെയ്താലും നമുക്ക് ഏൽക്കില്ല. ഓക്കെ, ബോഡി ബിൽഡിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മെഷീൻസ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ അങ്ങനത്തെ എക്സസൈസ്. ഓക്കെ, പിന്നെ അതേപോലെ പവർ ലിഫ്റ്റേഴ്സിൻ്റെ ആയിട്ടുള്ള എക്സസൈസ് ചെയ്താലും നമുക്കത് ശരിയാവില്ല. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വേണം ഒരു നാച്ചുറൽ ലിഫ്റ്റർ എന്താ ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന് വന്നിട്ട് നാച്ചുറൽ ലിഫ്റ്റർ ഉണ്ട്, നമ്മുടെ പോലെയൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഒരു PEDs ഒന്നുമില്ല, പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് ഒന്നും എടുത്തിട്ടില്ല, സ്റ്റെറോയിഡ്സ് എടുത്തിട്ടില്ല, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണ് ഞാൻ നാച്ചുറൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ക്രിയേറ്റിൻ എടുത്തു, അതൊരു കുഴപ്പമില്ല, അത് ക്രിയേറ്റിൻ നാച്ചുറലാണ്. ഓക്കെ, പ്രോട്ടീൻ പൗഡറും നാച്ചുറലാണ്. ഓക്കെ, അതൊക്കെ എടുക്കുന്നവരൊക്കെ നാച്ചുറൽ തന്നെ. പക്ഷെ അതല്ലാതെ പെർഫോമൻസ് ഡ്രഗ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് എൻഹാൻസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൻ്റെ വിഭാഗത്തിൽ വരുന്ന രണ്ട് ടീംസാണ് ബോഡി ബിൽഡേഴ്സും പിന്നെ പവർ ലിഫ്റ്റേഴ്സും. പിന്നെ അതുകൂടാതെ വേറെ കുറേ മേഖലകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബോഡി ബിൽഡേഴ്സും പവർ ലിഫ്റ്റേഴ്സും. ഓക്കെ, അപ്പോൾ ബോഡി ബിൽഡേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സെപ്പറേറ്റ് വർക്കൗട്ടാണ്, ബോഡി ബിൽഡിങ്ങിൻ്റെ ബന്ധപ്പെട്ടുള്ള വർക്കൗട്ടാണ്. അതായത് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഹൈപ്പർട്രോഫിയാണ്. അപ്പോൾ ഹൈപ്പർട്രോഫി എന്ന് വെച്ചാൽ മസിൽ ഗ്രോത്ത് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ പവർ ലിഫ്റ്റേഴ്സ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത്തിനാണ്. ഓക്കെ, സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര പൊക്കാൻ പറ്റും. ഓക്കെ, ഉള്ള മസിൽ സൈസ് വെച്ചിട്ട് അവർക്ക് എത്രയും ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വെയിറ്റിന് പൊക്കാൻ പറ്റും. അതാണ് അവൻ്റെ മൈൻഡിൽ. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആൾക്കാർക്ക് വ്യത്യാസമായിട്ടുള്ള ഈ രണ്ട് വിഭാഗം ആൾക്കാർക്ക് അവരുടേതായ ഗോൾസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് വിഭാഗത്തിൽ പെടാത്തവരാണ് മിക്ക നാച്ചുറൽസും, അല്ലേ? അപ്പോൾ നമുക്ക് നോർമൽ വർക്കൗട്ട് ചെയ്താൽ ശരിയാവും, ജസ്റ്റ് ഫിറ്റ്നസ്സും കാര്യങ്ങളും ചെയ്താൽ ശരിയാവും? ഇല്ല, അല്ലേ? നാച്ചുറലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് മസിൽ സൈസും വേണം, സ്ട്രെങ്ത്തും വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വർക്കൗട്ട് ചെയ്താൽ നമുക്കത് ശരിയാവില്ല. ഓക്കെ, നോർമൽ വെയിറ്റിൽ വർക്കൗട്ട് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു പവർ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വരുന്നത്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. ഓക്കെ, ഒന്ന് സഹകരിക്കണം മാക്സിമം. പിന്നെ ചെറിയൊരു ക്യാമറയുടെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ മാക്സിമം അടുത്ത വീഡിയോയിൽ ഒന്ന് ബഡ്ജറ്റൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോൾ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഈ പവർ ബിൽഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോഡി ബിൽഡിംഗ്, പവർ ലിഫ്റ്റിംഗ് ഈ രണ്ട് വിഭാഗക്കാരുടെയും മെത്തഡോളജീസ് കമ്പൈൻ ചെയ്തിട്ടാണ് പവർ ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്
നാച്ചുറൽ എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് പവർ ബിൽഡിങ്ങിനാണ്. ഇപ്പോൾ പവർ ബിൽഡിംഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ബോഡി ബിൽഡിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ബോഡി ബിൽഡിങ്ങും പവർ ലിഫ്റ്റിങ്ങിൻ്റെയും കോമ്പിനേഷനാണ് പവർ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടെ ഒരു സർക്കിൾ, ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് സ്പെസിഫിക്, ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ പവർ ലിഫ്റ്റിംഗ്. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെയും ഇടയിലാണ്, ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പവർ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വരുന്നത്. സാധാ നോർമലായിട്ട് നാച്ചുറൽ ലിഫ്റ്റേഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പവർ ബിൽഡിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് പവർ ബിൽഡിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? പവർ ബിൽഡിങ്ങിൽ നാച്ചുറൽ ലിഫ്റ്റേഴ്സ് ഷുഡ് ട്രെയിൻ ഫോർ സ്ട്രെങ്ത് ആൻഡ് ഹൈപ്പർട്രോഫി. അതായത് നമ്മൾ ബോഡി ബിൽഡേഴ്സിൻ്റെ പോലെ ഹൈപ്പർട്രോഫിന് ഫോക്കസ് ചെയ്തിട്ടും കാര്യമില്ല, പവർ ലിഫ്റ്റിങ്ങിൻ്റെ പോലെ സ്ട്രെങ്ത്തിനും ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. അതായത് സ്ട്രെങ്ത്തും ഹൈപ്പർട്രോഫിയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മുടെ വർക്കൗട്ട് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹൈപ്പർട്രോഫിക്ക് മാത്രമായിട്ട് കളിച്ചു, നമുക്കൊരു എഫക്റ്റും ഉണ്ടാവില്ല, നമുക്ക് മിനിമൽ സൈസ് ഗെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ എൻഹാൻസ്ഡ് അല്ല. ബോഡി ബിൽഡേഴ്സിന് ഹൈപ്പർട്രോഫിക്ക് വേണ്ടിയായിട്ട് കളിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള മസിൽ സൈസ് വരും, കാരണം അവർ എൻഹാൻസ്ഡ് ആണ്. പവർ ലിഫ്റ്റേഴ്സിന് അതിനനുസരിച്ചുള്ള മസിൽ സൈസ് വരും, കാരണം അവർ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവർ എൻഹാൻസ്ഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മസിൽ ഗ്രോത്ത് അവർക്ക് കാണും. ഓക്കെ, നമ്മുടെ പോലെ ആൾക്കാർ പ്രോട്ടീൻ പൗഡറും ക്രിയേറ്റിനും പിന്നെ അതേപോലെ വേറെ സപ്ലിമെൻറ്റ്സ് ഒക്കെ അടിക്കുന്ന ആൾക്കാർ ഇവരുടെ പോലെ സ്ട്രെങ്ത്ത് മാത്രം ഫോക്കസ് പിന്നെ ഹൈപ്പർട്രോഫി മാത്രം ഫോക്കസ് ചെയ്താൽ കാര്യം നടക്കില്ല. സ്ട്രെങ്ത്ത് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മസിൽ സൈസ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പവർ ബിൽഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളെ പവർ ബിൽഡിംഗ് ട്രെയിനിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ പവർ ബിൽഡിങ്ങിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പവർ ലിഫ്റ്റിങ്ങിൻ്റെ 3 ലിഫ്റ്റ്. അതായത് പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഏതൊക്കെയാണ് 3 ലിഫ്റ്റ്? ഒന്ന് ബെഞ്ച് പ്രസ്സും, പിന്നെ ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ലിഫ്റ്റ് നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ആൻഡ് ജെർക്ക്. അത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്. ക്ലീൻ ആൻഡ് ജെർക്ക് നിങ്ങൾ ഈ ഒളിമ്പിക് വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ആൾക്കാരിങ്ങനെ ഇവിടെ ബാറിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കാം. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബോഡി ബിൽഡിംഗ് എക്സസൈസസ്. ബോഡി ബിൽഡിംഗ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ആക്സസറി എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ പറയാം? അതായത് മെഷീൻ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, പവർ ബിൽഡിങ്ങിൽ 2 ഫേസാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു ഫേസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഫേസാണ് എൻ്റെ. പിന്നെ രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാണ് ഹൈപ്പർട്രോഫി ഫേസ്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഫേസ് എന്ന് പറഞ്ഞത് ഞാൻ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ സ്ട്രെങ്ത് ഫേസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അതേപോലെ ഹൈപ്പർട്രോഫി ഫേസ് എന്ന് പറയുന്നത് ഒരാഴ്ച ഞാൻ അതിനു വേണ്ടി മാറ്റും. 2 ആഴ്ച ഡിപ്പെൻസ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മസിൽ സൈസാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൈപ്പർട്രോഫി ഫേസ് ചെയ്യുക, ഏതെങ്കിലും ഒരാഴ്ച ഹൈപ്പർട്രോഫി ഫേസ് ചെയ്യാൻ. നിങ്ങൾക്കിപ്പോൾ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ഒരു ഫോക്കസ് മൈൻഡിലുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഫേസ് അതിന് ഫോക്കസ് ചെയ്യും. പക്ഷേ ഒന്നിൽ ഒതുങ്ങാൻ പാടില്ല. ഇത് രണ്ടും നിങ്ങൾ മൈൻഡിൽ എപ്പോഴും വെക്കണം. പിന്നെ അതേപോലെ രണ്ടിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം, സ്ട്രെങ്ത്തും ഹൈപ്പർട്രോഫി. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഫേസ് ഉണ്ട്, ഹൈപ്പർട്രോഫി ഫേസ് ഉണ്ട്. സ്ട്രെങ്ത് ഫേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒന്നുമില്ല, പവർ ലിഫ്റ്റിംഗ് എക്സസൈസസ് ആണ് നമ്മൾ കൂടുതലും ഇൻകോപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പർട്രോഫി ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ വർക്കൗട്ട് തന്നെ, ബട്ട് എന്തായിരിക്കും നമ്മൾ കൂടുതലും റെപ്പിറ്റേഷൻസ് കൂട്ടും. ഓക്കെ, ഒരു 4 സെറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ 4 സെറ്റിൽ ഒരു സെറ്റിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 റെപ്പെങ്കിലും ചെയ്യണം, അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ഒരു 12 റെപ്പ്. ഓക്കെ, ഇപ്പോൾ സ്ട്രെങ്ത് ഫേസിൽ നിങ്ങൾക്ക് ഒരു സെറ്റിൽ 2 സെറ്റായിരിക്കും കൂടിപ്പോയാലുണ്ടാവുക, 2 സെറ്റ് അല്ലെങ്കിൽ 3 സെറ്റ്, 2 സെറ്റ്. ഈ 2 സെറ്റിലും ആദ്യത്തെ സെറ്റിൽ നമുക്കൊരു ഹെവി വെയിറ്റ് ആണ് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 3 റെപ്സെങ്കിലും ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഹെവി വെയിറ്റ് ആണ് 3 റെപ്സ് ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 1 റെപ്പ് മാക്സ്, അതായത് നമുക്ക് ഒരു ഹെവി ലിഫ്റ്റ് ആ ദിവസം നമ്മുടെ എന്താ പറയുക, നമ്മളൊരു പുതിയ വെയിറ്റ് ആണ് പൊക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിന് വേണ്ടി മാറ്റി വെക്കുക. അത് സ്ട്രെങ്ത് ഫേസിൽ വരും. അപ്പോൾ വൺസ് ഫസ്റ്റ് സെറ്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് 1 റെപ്പ് പോയിട്ട് എടുക്കാം. ഓക്കെ,
ക്ലിയർ അല്ലേ? ഹൈപ്പർട്രോഫി ഫേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 സെറ്റ് ഉണ്ടാവും. ഈ 4 സെറ്റിൽ ഒരു സെറ്റിൽ നമ്മൾ ഒരു 12 അറ്റ്ലീസ്റ്റ് ഒരു 12 അല്ലെങ്കിൽ 10 റെപ്പ് ഫോക്കസ് ചെയ്യുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, 10 റെപ്പ് ഫോക്കസ് ചെയ്യുക. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ഒരു ഫേസ് ഉണ്ട്, അത് എൻഡുറൻസ് ഫേസ് ആണ്. എൻഡുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസിൻ്റെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം, നമുക്ക് സ്ട്രെങ്ത് ഹൈപ്പർട്രോഫി ഫേസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത ശേഷം നമുക്ക് കാർഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതുകൂടാതെ മൂന്നാമത്തെ ഒരു ഫേസും ഉണ്ട്, അതാണ് എൻഡുറൻസ് ഫേസ്. എൻഡുറൻസ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മസിലിൻ്റെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എൻഡുറൻസ് ഫേസിൽ നമുക്ക് 20 റെപ്പെങ്കിലും ഒരു സെറ്റിൽ അടിക്കേണ്ടി വരും. 20 റെപ്പ് മോഡറേറ്റ് വെയ്റ്റിൽ അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റിൽ. ഓക്കെ, ഞാൻ ഒരു വീഡിയോ ഞാൻ അടുത്ത ഒരു ഫ്യൂച്ചർ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ മസിൽസിനായിരിക്കും. അപ്പോൾ ഷോൾഡർ മസിൽസ് ഹൈപ്പർട്രോഫിയ ഫേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ചെയ്യുന്ന വർക്കൗട്ടും കാര്യങ്ങളൊക്കെ റെപ്പിറ്റേഷൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഫോം മാക്സിമം നമ്മൾ കറക്റ്റായിട്ട് അടിക്കാൻ ശ്രമിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 10 റെപ്പ് അല്ലെങ്കിൽ 12 റെപ്സ് എങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ജിമ്മി വെച്ച് കാണാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് വന്നിട്ട് ഷോൾഡർ ഡംബിൾ പ്രസ്സാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ ഡംബിൾ പ്രസ്സിൽ എൻ്റെ സ്ട്രെങ്ത് ഫേസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഷോൾഡർ പ്രസ്സിൽ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് 40 കിലോ. അപ്പോൾ 40 കിലോ എനിക്ക് ഇച്ചിരി ഹെവിയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഫോം തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അത് സ്ട്രെങ്ത് ഫേസിൻ്റെ ഭാഗമായിട്ട് പോകുകയാണ്. അപ്പോൾ ഇനി ഹൈപ്പർട്രോഫി ഫേസിൽ എപ്പോഴും നമ്മൾ ഹെവി വെയ്റ്റിനെ കാട്ടി ഇച്ചിരി ഒരു മോഡറേറ്റ് വെയ്റ്റ് വെച്ച് വേണം തുടങ്ങാൻ. എന്നിട്ട് മാക്സിമം റെപ്പിറ്റേഷൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫോം. ഓക്കെ, ഒരു നല്ലൊരു ഫോമിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ 4 സെറ്റ് ഉണ്ട്. അപ്പോൾ 35 ആദ്യം ഓടിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ 30, 25, 20. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ 2 സെറ്റ് മേ ബി ഒരു ഫെയിലിയർ വരെ അടിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ആദ്യത്തെ വർക്കൗട്ട്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ, ഞാൻ അതിൽ 3 സെറ്റാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. 4ാമത്തെ സെറ്റ് 20 കിലോ 20 കിലോ ഈച്ചായിരുന്നു. അപ്പോൾ അതൊരു ഫെയിലർ വരെയാണ് അടിച്ചത്. ഇപ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ മാക്സിമം ഹൈപ്പർട്രോഫി ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഡംബിൾ പ്രസ് മാക്സിമം റെപ്പിറ്റേഷൻസ് കൂട്ടിയടിച്ചു. ഓക്കെ, ഇപ്പോൾ ഹൈപ്പർട്രോഫിക്ക് അങ്ങനെ ഒരു സ്റ്റഡീസ് ഇല്ല, എന്നാലും ഒരു ഒപ്റ്റിമം റെപ്പിറ്റേഷൻസ് അറ്റ്ലീസ്റ്റ് ഒരു 10 or 12 റെപ്പിറ്റേഷൻസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അടിക്കണം. എന്നാലും നിങ്ങൾക്ക് അവിടെ ഒരു മസിൽ ഗ്രോത്തിനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ
പിന്നെ നമ്മളിനി അടുത്ത ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റിയർ ഡെൽറ്റും പിന്നെ ഇതെന്ത് സാധനമായിരുന്നു നടുക്കുള്ളൊരു സാധനം ഉണ്ടല്ലോ, മിഡിൽ ഡെൽറ്റ് അല്ലേ, അതെ എന്തോ ഒരു ഡെൽറ്റ്. അപ്പോൾ ഈ ഒരു ഡെൽറ്റും ബാക്കിലുള്ള ഡെൽറ്റും അത് കൂടുതലും ഞാൻ മെഷീനായിരിക്കും ഫോക്കസ് ചെയ്യാം. നമുക്ക് അതിലോട്ട് പോവാം. നല്ല പമ്മാണ് കേട്ടോ. നല്ല ഇവിടെ നല്ലൊരു പിടുത്തം സൈഡിലൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റിയർ ഡെൽറ്റ്, സോറി മിഡിൽ ഡെൽറ്റ്. ഓക്കെ, പഠിച്ചോണേ കാക്കണേ പോന്നെ. ഹായ് പോട്ടെ ഹായ് ഒരു നോണമെന്നുണ്ട്. മസാലൊക്കെ ഉണ്ടായിട്ട് 4 സെറ്റ്, ഇനി 2 സെറ്റ് ബാക്കിയുണ്ട്. എന്നാൽ ഇതിൽ നിങ്ങൾ ബോറടിക്കും വീഡിയോ കാണുമ്പോൾ. അടുത്ത നമുക്ക് റിയർ ഡെൽറ്റിലോട്ട് പോവാം. 2 സെറ്റ് ഉണ്ട് ഇനി ബാക്കി. സാധനം നല്ല പമ്പാകുന്നുണ്ട് കേട്ടോ. 12 റെപ്പ് ഇതിലടിക്കുമ്പോൾ തന്നെ നല്ല ഷോൾഡറൊക്കെ അങ്ങനെ പൊളി. അപ്പോൾ ഇതൊരു മിഡിൽ ഡെൽറ്റിൻ്റെ ലാസ്റ്റ് സെറ്റാണ്, 4ാമത്തെ സെറ്റ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് നീങ്ങിയിട്ട് ഈ ഒരു പൊസിഷനിൽ അടിക്കാം. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ നമുക്ക് അടിച്ചു നോക്കാം. ഇതാകുമ്പോൾ ഇച്ചിരി റെയറും മിഡിൽ ഡെൽറ്റും കിട്ടും. ഓക്കെ, ഒരു ഫെയിലർ വരെ അടിക്കാം. ഇതാണ് സൂപ്പർ. മറ്റേത് വെറുതെ, ഇതാണ് നല്ലോണം കിട്ടുന്നത്. ഇത് മുതൽ എങ്ങനെ അടിച്ചാൽ മതി. എന്താ സുഖം, ഒരു സുഖം, മനസുഖം. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ സെറ്റാണ്. റിയർ ഡെൽറ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് 4 സെറ്റ്. ഇതിലൊന്നും ഞാൻ കൂടുതൽ വെയിറ്റ് ഇടുന്നില്ല. നമുക്ക് മാക്സിമം റെപ്പിറ്റേഷൻ ഫെയിലർ വരെ എത്തിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സെറ്റിൽ മാക്സിമം ഫെയിലർ വരെ എത്തിക്കാം. അങ്ങനെ 4 സെറ്റ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഹെവി വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മോഡറേറ്റ് വെയിറ്റിൽ ഇങ്ങനെ അടിച്ചെടുത്ത് ഫെയിലർ വരെ എത്തിക്കാം. ഓക്കെ, പറ്റാവുന്ന വെയിറ്റ്. ഈ സാധനം ചെയ്യുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന റിയർ ഡെൽറ്റിന് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ ടൈറ്റാനിക്കിൽ ഒരു സീനില്ലേ, നമ്മുടെ ജാക്ക് ഇങ്ങനെ നിൽക്കുന്ന കപ്പലിൻ്റെ മുന്നിൽ ലിയനാർഡോ ഡി കാപ്രിയും പിന്നെ ആ പെണ്ണും, ആ ഒരു ഫീല്. പക്ഷെ അവിടെ നമുക്കിവിടെ വെയിറ്റാണ് വരിക, അതിൽ വലിയ വേറെ ഫീലാണ്. നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. അപ്പോൾ ഇത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരു പെണ്ണ് വേണ്ടേ, പെണ്ണൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നല്ല സ്ക്വീസ് ചെയ്ത് കൊടുക്കാൻ.
പൊളി സാധനം. റെയർ ഡെൽറ്റ് സീനല്ലേ, രക്ഷയില്ലേ. ഇന്നത്തെ വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 3 എക്സസൈസാണ് ഇന്ന് ടാർഗറ്റ് ചെയ്തത്. ഷോൾഡർ ഡംബിൾ പ്രസ്സും പിന്നെ റെയർ ഡെൽറ്റ് മറ്റേ ലാറ്ററൽ റേസസ് മെഷീനിൽ, പിന്നെ അതേപോലെ കേബിൾസിൽ നമ്മൾ റെയർ ഡെൽറ്റിനാണ് ഫോക്കസ് ചെയ്തടിച്ചത്. അപ്പോൾ റെയർ ഡെൽറ്റ് അടിക്കുമ്പോൾ ചെറിയൊരു ഫോമിലൊരു ഇഷ്യൂ വന്നായിരുന്നു, അതെനിക്ക് ഫീലായി. ലാസ്റ്റത്തെ ഒരു റെപ്പിറ്റേഷൻസിൽ എനിക്കൊന്ന് ചെറിയൊരു ഒരു പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അത് അത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം മെഷീൻസിലൊക്കെ മാക്സിമം കേബിൾസിലൊക്കെ നമ്മൾ അത്ര വെയിറ്റ് ഇടാറില്ല. ഓക്കെ, ഒരു മോഡറേറ്റ് വെയിറ്റിൽ മാക്സിമം റെപ്പിറ്റേഷൻ ഫെയിലർ വരെ അടിക്കും. ഈ ഫ്രീ വെയ്റ്റ്സിലാണ് നമ്മൾ കൂടുതലും ഹെവി വെയിറ്റ് വെച്ച് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങിയത് എൻ്റെ മോഡറേറ്റ് വെയിറ്റ് 35 kgs ആയിരുന്നു ഷോൾഡർ ഡംബിൾ പ്രസ്സിൽ. അപ്പോൾ അതിൽ ഒരു 10 റെപ്പിറ്റേഷൻ അടിച്ചു. പിന്നെ ഗ്രാജുവലി വെയിറ്റ് കുറച്ച് 20 കിലോ വരുത്തിച്ചു. അതേപോലെ തന്നെ ലാറ്ററൽ റേസും പിന്നെ റെയർ ഡെൽറ്റും. അവിടെയൊക്കെ നമ്മൾ മെഷീൻസ് ഫോക്കസ് ചെയ്യുമ്പോൾ, മെഷീൻസ് ആകുമ്പോൾ നമുക്ക് ആ ഫോം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് ആ മെഷീൻ്റെതായ ഒരു റെസ്ട്രിക്റ്റഡ് ഫോമിലായിരിക്കും മെഷീൻ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മുടെ ബോഡി എങ്ങനെയൊക്കെ നമ്മൾ നീക്കിയാലും നമുക്ക് ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നു. ഓക്കെ, അതാണ് ഈ മെഷീൻ്റെ ഒരു ബെനിഫിറ്റ്. ഫ്രീ വെയ്റ്റ്സിൽ അങ്ങനെയല്ല. ഫ്രീ വെയ്റ്റ്സിൽ നമ്മൾ മാക്സിമം നമ്മുടെ കോറ് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം അടിക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഹൈപ്പർട്രോഫി ഫേസ്. ഇനിയും 2-3 എക്സസൈസ് വേണമെങ്കിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു, പക്ഷേ സമയപരിധി കാരണം ഞാൻ 3 എക്സസൈസ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 12 റെപ്പിറ്റേഷൻസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് എനിക്കൊരു 10 റെപ്പിറ്റേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. മൈൻഡ് മസിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ഫോം ഒരു ഏകദേശം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ റെയർ ഡെൽറ്റിൻ്റെ കേസിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ അടിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു. ഓക്കെ, അതെനിക്ക് ഫീലായി. പക്ഷെ അതും കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു പമ്പാണ് റെയർ ഡെൽറ്റിന് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത നമുക്കൊരു ഹൈപ്പർട്രോഫി ഫേസിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, വർക്കൗട്ട് ചെയ്യുക. എല്ലാവരും ഫാമിലിനും എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പി ആയിരിക്കുക, വർക്കൗട്ട് ചെയ്യുക. Okay then, good night.